ഹലോ ഗൈസ്, ലിവിൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഒന്ന് ഫസ്റ്റ് ഉലുവ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ കടുകും കൂടിയിട്ട് പൊട്ടിച്ച് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സവാള ചെറുതാക്കി നുറുക്കിയ സവാള ഇട്ട് സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഇത്തിരി കളർ വ്യത്യാസം വന്ന് തുടങ്ങുമ്പോൾ മുതൽ കളർ വ്യത്യാസം വന്ന് ഏകദേശം സവാളയുടെ ഒരു കളർ വ്യത്യാസം വരുമ്പോൾ നാം അരച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്ത് അത് ആ പേസ്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് എടുക്കുക. ഒന്ന് അതിൻ്റെ കളറ് ചേഞ്ചായി വരുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടിയായിട്ട് ഒന്ന് അത് മൂത്ത് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് മിക്സ് എടുക്കുക. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഫിഷ് മസാല ഇട്ട് കൊടുക്കുക. ഫിഷ് മസാല ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ രണ്ട് തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉള്ള വെള്ളം എന്ന് പറഞ്ഞാൽ കുടംപുളിയിട്ട വെള്ളം. കുടംപുളിയിട്ട മീൻ കറിയാണ് നമ്മൾ വയ്ക്കുന്നത്. അത് മുളക് വെള്ളം. അപ്പോൾ കുടംപുളിയിട്ട വെള്ളം ഒഴിക്കുക. കുടംപുളിയിട്ട വെള്ളം ഒഴിച്ച് അത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളയ്ക്കണ വരെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചൂടായി അത് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടുക. നമ്മൾ എടുത്തുള്ള മീൻ 1.5 കിലോ ചൂര മീനാണ് എടുത്തുള്ളത്. ചൂരമീൻ ഇടുക. തിളച്ച് വരുമ്പോൾ ഒന്ന് ചൂരമീൻ ഇടുക. അത് കഴിഞ്ഞ് 2 തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് അടച്ചിട്ട് മീൻ വേവാനുള്ള 2 തിളയിൽ മീൻ വേവിൻ്റെ 2 തിള ഒന്ന് തിളപ്പിക്കുക. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കുറച്ച് ചെറുള്ളി കട്ട് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക.
എന്നിട്ട് മീൻകറിയിലേക്ക് അത് ഒഴിച്ച് താളിച്ച് കൊടുക്കുക. അതൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. മീൻകറി റെഡി. ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീൻകറി പ്രത്യേക ടേസ്റ്റായിരിക്കും.